ആനുവൽ എക്സാം ഇൻ്റഗ്രേഷൻ ഡേ 2-ൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് നോക്കാം. അതിൽ ആദ്യത്തെ പ്രവർത്തനം നായക്കുട്ടിയുടെ ഡ്രോൺ യാത്ര. കൃഷി ചെയ്യാനുള്ള വിത്ത് എടുക്കുന്നതിനായി ഡ്രോണിൻ്റെ പുറത്തു കയറിയ നായക്കുട്ടി ആകാശത്തിലൂടെ പറക്കുമ്പോൾ കണ്ട കാഴ്ചകൾ എഴുതൂ എന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. നമുക്കറിയാലേ, നായക്കുട്ടി ഡ്രോണിൻ്റെ പുറത്ത് കയറിയിട്ട് വിത്ത് എടുക്കാൻ വേണ്ടി പോകുമല്ലോ. ഏതൊരു വീട്ടിലിരിപ്പുണ്ട് വിത്ത് എന്ന് പറഞ്ഞിട്ട് ആ വിത്ത് എടുക്കാൻ പോകില്ലേ. ആ പോകുന്ന സമയത്ത് നായക്കുട്ടി കണ്ട കാഴ്ചകൾ എഴുതാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്തൊക്കെ എഴുതാം നമുക്ക്? ഉയർന്ന മലനിരകൾ എന്ന് എഴുതാം, വിശാലമായ മൈതാനം എന്ന് എഴുതാം, ധാരാളം മരങ്ങൾ എഴുതാം, പച്ച വിരിച്ച നെൽപ്പാടങ്ങൾ എഴുതാം, പട്ടം പറത്തുന്ന കുട്ടികൾ എഴുതാം, തോണി തുഴഞ്ഞു പോകുന്ന വഞ്ചിക്കാരൻ, അങ്ങനെയൊക്കെ എഴുതാം കേട്ടോ. അടുത്തത് പ്രവർത്തനം 7, സംഭാഷണം പൂർത്തിയാക്കാം. ഇവിടെ നമുക്ക് സന്ദർഭം തന്നിട്ടുണ്ട് കേട്ടോ. എന്താണ്? ഡ്രോണിൻ്റെ പുറത്തു കയറി പോകുമ്പോൾ നായക്കുട്ടി അതുവഴി പറന്നു പോകുന്ന മിന്നുക്കിളിയെ കണ്ടുമുട്ടി. അവർ തമ്മിലുള്ള സംഭാഷണം പൂർത്തിയാക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. കിളി എന്താ ചോദിക്കുന്നത് നോക്കൂ, ഇത് ആരാണ് എന്ന് ചോദിക്കുകയാണ്. അപ്പൊ നായക്കുട്ടി പറയാണ്, ഇത് എൻ്റെ പുതിയ കൂട്ടുകാരൻ ഡ്രോൺ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ കിളി എന്തോ ചോദിക്കുന്നുണ്ട്, ബാക്കി നമ്മൾ പൂരിപ്പിക്കണം കേട്ടോ. അപ്പൊ എന്തായിരിക്കും കിളി ചോദിച്ചിട്ടുണ്ടാവുക? നിങ്ങളുടെ ആശയത്തിനനുസരിച്ച് നിങ്ങൾക്ക് എഴുതാം. നമുക്ക് ഇങ്ങനെ എഴുതാം, നിങ്ങൾ രണ്ടുപേരും കൂടി എങ്ങോട്ടാ എന്ന് ചോദിക്കുക അല്ലേ. അപ്പൊ നായ്ക്കുട്ടി എന്താ പറയാ? കൃഷി ചെയ്യാനുള്ള വിത്തെടുക്കാൻ പോവുകയാ എന്ന് പറയൂ അല്ലേ. അപ്പൊ കിളി, നിനക്ക് ഒറ്റയ്ക്ക് കൃഷി ചെയ്യാനൊക്കെ പറ്റുമോ എന്ന് ചോദിക്കൂല്ലേ. നായ്ക്കുട്ടി പറയല്ലേ, കൃഷി ചെയ്യാനുള്ള വിത്തെടുക്കാൻ പോവുകയാണെന്ന്. അപ്പൊ കിളി ചോദിക്കുകയാണ്, നിനക്ക് ഒറ്റയ്ക്ക് കൃഷി ചെയ്യാനൊക്കെ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ നായ്ക്കുട്ടി എന്താ പറയുന്നത്? നായ്ക്കുട്ടിയാണോ കൃഷി ചെയ്യുന്നത്? അല്ല അല്ലേ. അല്ല, കുറോ എന്നൊരു റോബോട്ട് കൂട്ടുകാരൻ എനിക്കുണ്ട്, അവൻ കൃഷി ചെയ്യും എന്ന് നായ്ക്കുട്ടി പറയും. അപ്പൊ കിളി എന്താ പറഞ്ഞിട്ടുണ്ടാവുക? എങ്കിൽ ശരി, പിന്നെ കാണാം എന്ന് പറയൂലേ. അപ്പൊ നായ്ക്കുട്ടി അങ്ങനെയാകട്ടെ. ഇങ്ങനെ പൂരിപ്പിക്കുക കേട്ടോ. അടുത്തത് പ്രവർത്തനം 8, വീടും ഉപകരണങ്ങളും. ഇതിൽ 2 ചോദ്യങ്ങളുണ്ട് കേട്ടോ. ഒന്നാമത്തെ ചോദ്യം എന്താണ്? വീടിന്റെ ഒരു പ്രയോജനം കണ്ടെത്തി എഴുതൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ വീടിന്റെ പ്രയോജനങ്ങൾ നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്തൊക്കെ പറഞ്ഞതാണ് അല്ലേ. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അല്ലേ. നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ഏതൊക്കെയാ പ്രയോജനങ്ങൾ? മഴ, വെയിൽ, മഞ്ഞ്, കാറ്റ് ഇവയിൽ നിന്നും സംരക്ഷണം നൽകുന്നു. വന്യജീവികളിൽ നിന്ന് സംരക്ഷണം നൽകുന്നു. കള്ളന്മാരിൽ നിന്ന് സംരക്ഷണം നൽകുന്നു. വിശ്രമത്തിനും ഉറങ്ങുന്നതിനും പഠിക്കുന്നതിനും ഭക്ഷണം ഉണ്ടാക്കുന്നതിനും വീട് പ്രയോജനപ്പെടുന്നു. അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. ഏതെങ്കിലും ഒരു പ്രയോജനം എഴുതിയാൽ മതി കേട്ടോ. മഴ, വെയിൽ, മഞ്ഞ്, കാറ്റ് ഇവയിൽ നിന്നും സംരക്ഷണം നൽകുന്നു, അങ്ങനെ എഴുതിയാൽ മതി കേട്ടോ. അടുത്തൊരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. അടുക്കള ഉപകരണങ്ങൾ കണ്ടെത്തി ടിക്ക് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇവിടെ കുറേ ഉപകരണങ്ങൾ, വീട്ടുപകരണങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അതിലെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളിന് ടിക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ ഉപകരണം ഏതാണ്? അത് സോഫയാണ്. അത് അടുക്കളയിൽ ഉപയോഗിക്കുന്നതാണോ? അല്ല. അടുത്തത് പാത്രമാണ്, ടിക്ക് ചെയ്യണല്ലോ. അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഉപകരണം അല്ലേ. അടുത്തത് ഗ്യാസ് സ്റ്റൗ ആണ്, ടിക്ക് ചെയ്യുക. നെക്സ്റ്റ് കത്തിയാണ് അല്ലേ, ടിക്ക് ഇടുക. അടുത്തത് കസേരയാണ്, അത് അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഉപകരണമല്ല. അടുത്തത് ചിരവ, ടിക്ക് ഇടുക. അടുത്തത് അലമാരയാണ്, അല്ലല്ലോ. അടുത്തത് കട്ടില്, അതും അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഉപകരണമല്ല. അടുത്തത് മാത്സിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ആക്ടിവിറ്റി 9, റോസ് ആൻഡ് കോളംസ്. ദ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ് ഈസ് 24. ദ ടീച്ചർ അറേഞ്ച് ദം ഇൻ ടു റോസ് ആൻഡ് കോളംസ്. ഇൻ ഹൗ മെനി ഡിഫറെൻറ്റ് വേസ് ക്യാൻ ദ ടീച്ചർ അറേഞ്ച് ദം? അതായത് ഒരു ക്ലാസ്സിലെ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്രയാണ്? 24 ആണ്. ടീച്ചർ അവരെ വരികളായിട്ടും നിരകളായിട്ടും അറേഞ്ച് ചെയ്തു. ഏതൊക്കെ ഡിഫറെൻറ്റ് വേസിൽ അവരെ വരികളായിട്ടും നിരകളായിട്ടും അറേഞ്ച് ചെയ്യാം എന്നാണ് കേട്ടോ ക്വസ്റ്റ്യൻ. 24 എന്ന് നമുക്ക് നമ്പർ തന്നിട്ടുണ്ട് കേട്ടോ. ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻ അവരെ റോയും കോളവും ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുകയാണ് അല്ലേ. റോയിൽ 10 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ കോളമിൽ ബാക്കി എത്ര പേരുണ്ടായിരിക്കും അറിയാം അല്ലേ. 24 നിന്ന് 10 കുറച്ചാൽ പോരെ. അതായത് 10ന്റെ കൂടെ എത്ര ആഡ് ചെയ്യുമ്പോഴാണ് 24 കിട്ടണമെന്ന് അല്ലേ. എത്രയാ? 14 അല്ലേ വരിക. അപ്പോൾ 14 എന്ന് കോളമിൽ എഴുതുക. നെക്സ്റ്റ് നോക്കുക കേട്ടോ. അവിടെ കോളമിൽ 20 സ്റ്റുഡൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റോയിൽ എത്ര പേരുണ്ടാവും? 4 അല്ലേ. 20 + 4 അല്ലേ 24. 24 20 കുറച്ചാൽ 4 ആണ് അല്ലേ. അപ്പോൾ 4 എന്ന് എഴുതുക. നെക്സ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട് കോളമിൽ എത്ര പേരാണ്? 17 ആണ് അല്ലേ. റോൾ എത്രയാന്ന് തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 24 നിന്ന് 17 കുറയ്ക്കണം അല്ലേ. 7 ആണ് അല്ലേ. 7 എന്ന് എഴുതുക. നെക്സ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട് റോള് 14 സ്റ്റുഡൻസ് ആണ്. അപ്പോൾ കോളമിൽ എത്ര പേരാണ്? 10 അല്ലേ. 14 സ്റ്റുഡൻസ് റോൾ ആണെങ്കിൽ കോളമിൽ 10. ഇനി അതിലൊരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട് കേട്ടോ.
If the teacher arranges the students equally in rows and columns, how many students are there in each row and each column? അതായത് ടീച്ചർ സ്റ്റുഡൻസിനെ തുല്യമായിട്ട് റോലും കോളമായിട്ട് അറേഞ്ച് ചെയ്താൽ അപ്പോൾ എത്ര സ്റ്റുഡൻസ് ആണ് ഓരോ റോലും ഓരോ കോളമിലും ഉണ്ടായിരിക്കുക എന്നാണ് അല്ലേ ക്വസ്റ്റ്യൻ. അപ്പോൾ എങ്ങനെ വരിക? 24ൻ്റെ ഹാഫ് ആണ് അല്ലേ. 24ൻ്റെ ഹാഫ് എത്ര വരിക? 20 + 4 ആണല്ലോ 24. 20യുടെ ഹാഫ് നമുക്കറിയാം 10 എന്ന്, 4ൻ്റെ ഹാഫ് നമുക്കറിയാം 2 എന്ന്. അപ്പോൾ 10 + 2 എത്രയാണ്? 12 അല്ലേ വരിക? 12 ആണ് കേട്ടോ. 24ൻ്റെ ഹാഫ് എത്രയാണ്? 12. അപ്പോൾ ഓരോ റോലും കോളമിലും എത്ര സ്റ്റുഡൻസാണ് ഉണ്ടായിരിക്കുക? 12 ആണ്. അപ്പോൾ 12 എന്ന് എഴുതുക കേട്ടോ. പ്രവർത്തനം 10 ആണ് കേട്ടോ. കഥ എഴുതാം. ചിത്രങ്ങൾ നോക്കി കഥ കണ്ടെത്തി എഴുതൂ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത് നോക്കിയിട്ട് കഥ എഴുതാനാണ്. അപ്പോൾ എന്തൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്? ആദ്യത്തെ ചിത്രത്തിൽ എങ്ങനെയാണ്? ഒരു കോഴിയമ്മയും കോഴിക്കുഞ്ഞുങ്ങളും കൂടി എന്ത് ചെയ്യുക? തീറ്റ തേടി നടക്കുകയാണ് അല്ലേ. അപ്പോൾ അതുവഴി ഇത് ആരോ വന്നിട്ടുണ്ട്. അടുത്ത ചിത്രത്തിൽ നോക്കൂ, ഒരു കുറുക്കനെ കാണാം അല്ലേ. കുറ്റിക്കാടിൻ്റെ പിറകിൽ. അടുത്തത് നോക്കൂ, അവിടെ ഒരു വലിയ മരം കാണുന്നുണ്ട്. മരത്തിൻ്റെ മുകളിൽ ഒരാൾ ഇരിപ്പുണ്ട്. ആരാത്? കാക്കയാണ് അല്ലേ. കാക്ക ഇരിക്കുന്ന മരത്തിൽ നോക്കൂ, ഒരു കൂടുണ്ട് അല്ലേ. അത് എന്തിൻ്റെ കൂടാ? തേനീച്ചയുടെ കൂടുണ്ട്. കുറുക്കൻ അവിടെ ഒളിഞ്ഞിരിപ്പുണ്ട് കോഴീനെ പിടിക്കാനായിട്ട് അല്ലേ. കാക്ക എന്താ ചെയ്തത് നോക്കൂ, ആ തേനീച്ചക്കൂടിൽ പോയിട്ട് ഒരു കൊത്തു കൊടുത്തു. എന്തിനായിരിക്കും? ആ കുറുക്കനെ ഓടിക്കാൻ വേണ്ടിയിട്ട് അല്ലേ. കോഴിയമ്മേനെയും കോഴിക്കുഞ്ഞുങ്ങളെയും രക്ഷിക്കാനായിട്ട്. തേനീച്ച കുത്തുന്നുണ്ട് അല്ലേ. അപ്പോൾ കുറുക്കൻ ഓടിപ്പോകുന്നതും കാണിച്ചിട്ടുണ്ട് അല്ലേ ചിത്രത്തിൽ. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് ഒരു കഥ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഒരു ദിവസം കോഴിയമ്മയും കുഞ്ഞുങ്ങളും തീറ്റ തേടി നടക്കുകയായിരുന്നു. വിശന്നു വലഞ്ഞ് നടക്കുകയായിരുന്ന കുറുക്കൻ അവരെ കണ്ടു. ഹായ്, ഇന്നത്തേക്ക് കുശാൽ എന്ന് മനസ്സിൽ കരുതി കുറ്റിക്കാടിനുള്ളിൽ കോഴിയമ്മയെയും കുഞ്ഞുങ്ങളെയും പിടിക്കാനായി ഒളിച്ചിരുന്നു. കുറ്റിക്കാടിനടുത്തുള്ള മരക്കൊമ്പിൽ ഇരുന്ന് കാക്ക ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും കോഴിയമ്മയെയും കുഞ്ഞുങ്ങളെയും രക്ഷിക്കണമെന്ന് മനസ്സിൽ കരുതിയ കാക്ക ചുറ്റും നോക്കി. അപ്പോഴാണ് അവൻ ആ മരക്കൊമ്പിലുള്ള തേനീച്ചക്കൂട് കണ്ടത്. അവൻ ഉടനെ പറന്നു ചെന്ന് തേനീച്ചക്കൂട് കുത്തിയിളക്കി. തേനീച്ചകൾ കൂട്ടത്തോടെ മരത്തിൻ്റെ തൊട്ടടുത്തുള്ള കുറ്റിക്കാട്ടിൽ ഒളിച്ചിരുന്ന കുറുക്കനെ പൊതിഞ്ഞു. തേനീച്ചയുടെ ആക്രമണം കാരണം ഒളിച്ചിരുന്ന കുറുക്കൻ പുറത്തു ചാടി ഓടി മറഞ്ഞു. കുറുക്കൻ്റെ ഓട്ടം കണ്ട കോഴിയമ്മ എന്നെയും കുഞ്ഞുങ്ങളെയും രക്ഷിച്ച കാക്കയോട് നന്ദി പറഞ്ഞു. ഇങ്ങനെ എഴുതാം കേട്ടോ. ഇവിടെ ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടിരിക്കുന്നത് ക്രിസ്മസ് എക്സാമിന് ശേഷം വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യത്തെ പോർഷൻസ് നിങ്ങൾ നോക്കണം. അതിനായിട്ട് ഫസ്റ്റ് ടേമിൻ്റെയും സെക്കൻഡ് ടേമിൻ്റെയും ഒക്കെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ആ സമയത്ത് ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതും കൂടി നിങ്ങൾ നോക്കുക കേട്ടോ. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക്.